ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താനാണ് വന്നത്. സ്റ്റോൺ ചെയിനും ഹാഫ് ബീഡും ഒക്കെ വെച്ചിട്ട് കണ്ടു നോക്കൂ. ഞാനൊരു ഷീറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, അതായത് നമ്മുടെ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ, ചില ഷർട്ടിൻ്റെ ഉള്ളിൽ കാണും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഈ ഹാഫ് ബീഡും സ്റ്റോൺ ചെയിനും ഒക്കെ ഉപയോഗിച്ചിട്ട് കണ്ടു നോക്കൂ. ഇതിൽ ഞാൻ 7000-ൻ്റെ പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആവശ്യമുള്ള അത്രയും എടുത്ത് ആദ്യം ബീഡ്സ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചതിന് ശേഷം അതെല്ലാം അറേഞ്ച് ചെയ്ത് അത് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിലേക്കാക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. എന്ത് സാധനം നമ്മുടെ കൈ കിട്ടിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ താനെ വരും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഇപ്പോഴേ കൊറിയൻ ക്ലിപ്സ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ടൈമല്ലേ, അപ്പോൾ അതുപോലുള്ള ഒരു ക്ലിപ്പാണ്. നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാം. ഭയങ്കര ഒത്തിരി ആർഭാടമില്ല, എന്നാൽ അതിനൊട്ട് ഭംഗിക്കുറവും ഇല്ല. ആ ഒരു ലെവലിലുള്ള ഹെയർ ക്ലിപ്പാണ്. നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഞാൻ 2 ബീഡ് നേരെയാണ് അടുക്കി കൊടുത്തത്. പിന്നെ 2 സൈഡിലേക്ക് ഈ 2 വീതം, അതുപോലെ 3 അപ്പുറം ഇപ്പുറയും അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ചുറ്റിലും ആ സ്റ്റോണിൻ്റെ ചെയിന് ഞാൻ പിടിപ്പിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതിന് പശ തേക്കുവാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ നിൽക്കരുത്. ആദ്യം ഒട്ടിച്ചതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ അതായത് ഉണങ്ങാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്ന് ഉണങ്ങിയേ പിന്നെ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുക. ഒട്ടിച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ചുറ്റിലും കറക്റ്റ്, അതായത് മറഞ്ഞു പോകാത്ത ലെവലിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. സ്റ്റോൺ ചെയിന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. അതും ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പെട്ടെന്ന് കാണിക്കുവാണ്. അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്തായാലും ഉണങ്ങാണ്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഉണങ്ങാണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ മുത്ത് തെന്നി നീങ്ങുന്നുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് എടുത്ത് ക്ലിപ്പിലോട്ട് അറ്റാച്ച് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ പണി. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഇതും അത്ര ശ്രദ്ധിച്ച് ചെയ്യണം. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് പിന്നെ ആ ക്ലിപ്പിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൽ വേറെ പണിയൊന്നുമില്ല. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ. ദേ കണ്ടോ, ഞാൻ ഈ ഒട്ടിച്ചത് ഇളകി പോകുന്ന കാരണമാണ് ഞാൻ ഈ വീണ്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. ഇതുപോലെ ഹെയർ ക്ലിപ്പിൽ പശ തേച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിലെ പണി കഴിഞ്ഞു. നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡിയായി. വലിയവർക്കും കുഞ്ഞുമക്കൾക്കും
കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്യുന്ന, ഹെയറിന് ക്ലിപ്പ് ചെയ്യുന്നതിനൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. ഇതിലെ വേറെ കളറും ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നല്ലൊരു പിങ്ക് കളറാണ്, മറ്റേതൊരു ഡാർക്ക് ഓറഞ്ച് അല്ല, എന്നാൽ